വീഡിയോയിൽ ഗ്രൂപ്പ് ഫാക്ടർ തിയറി എന്ന കോൺസെപ്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദിസ് കംസ് ആസ് എ പാർട്ട് ഓഫ് ദി ഇൻ്റലിജൻസ് തിയറീസ്. ഓക്കെ, സോ നമ്മൾ ഇതിനു മുമ്പും പല തരത്തിലുള്ള ഇൻ്റലിജൻസ് റിലേറ്റഡ് തിയറീസ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ ഫ്രം സെറ്റ് പോയിന്റ് ഓഫ് വ്യൂ. സോ ഈ ഒരു ഏരിയ ഗ്രൂപ്പ് ഫാക്ടർ തിയറി എന്നുള്ള കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ഇത് ആരാണ് പ്രപ്പോസ് ചെയ്തത്, ഇതിനകത്ത് പറയുന്ന ഐഡിയാസ് എന്തൊക്കെയാണ് എന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യുന്നതിന് മുമ്പ് വളരെ റീസെൻ്റ് ആയിട്ട് നടന്ന കേരള സെറ്റ് ജാനുവരി 2024 എക്സാമിൽ ഈ ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഇതിന് ക്വസ്റ്റ്യൻസ് വരാം എന്നുണ്ടെങ്കിൽ എന്ത് പെർസ്പെക്റ്റീവിലൊക്കെ നമ്മളിത് പഠിക്കണം എന്നുള്ളൊരു ധാരണ കൂടി നമുക്ക് കിട്ടാനായിട്ട് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ: ദ 7 പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് ഇൻ ഇൻ്റലിജൻസ് ആസ് എ കോൺട്രിബ്യൂഷൻ ഓഫ്. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുമ്പോൾ ഇതിനകത്ത് ഗ്രൂപ്പ് ഫാക്ടർ തിയറി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ആസ് മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളൊരു കൺസേൺ നമുക്ക് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് അല്ലേ. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? 7 പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് ഇൻ ഇൻ്റലിജൻസ്. സോ ഈ 7 പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് ഇൻ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഗ്രൂപ്പ് ഫാക്ടർ തിയറിയുടെ അണ്ടറിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ആസ്പെക്റ്റ് ആണ്. അപ്പോൾ ഇതാരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് വേരിയസ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇവരിൽ എല്ലാവരും തന്നെ ഇൻ്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വേരിയസ് കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ തിയറീസ് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ആളുകളാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ നമുക്ക് ഗ്രൂപ്പ് ഫാക്ടർ തിയറിയിലേക്ക് മൂവ് ചെയ്യാം. എന്താണ് ഗ്രൂപ്പ് ഫാക്ടർ തിയറി, ആരാണിത് പ്രപ്പോസ് ചെയ്തത്, ഇതിന് അണ്ടറിൽ വരുന്ന 7 പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് എന്തൊക്കെയാണ്, ഹൗ ദിസ് ഗ്രൂപ്പ് ഫാക്ടർ തിയറി ഈസ് കണക്റ്റഡ് വിത്ത് 7 പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വി ആർ ഫസ്റ്റ് ഗോയിങ് ടു ലുക്ക് അറ്റ് group factor theory and we'll be coming back to the question that we have already seen there. So ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത തിയറിസ്റ്റിന്റെ പേര് ലൂയിസ് എൽ തേഴ്സ്റ്റൺ എന്നാണ്. So he has proposed a group of factor theory to explain the intelligence in terms of 7 primary mental abilities. അപ്പോൾ അദ്ദേഹം ഫാക്ടർ അനാലിസിസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫാക്ടർ തിയറി വെച്ചിട്ടാണ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനെ അദ്ദേഹം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ആൻഡ് ഇൻ്റലിജൻസിനെ അദ്ദേഹം 7 പ്രൈമറി മെൻ്റൽ എബിലിറ്റീസിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ 7 പ്രൈമറി മെൻ്റൽ എബിലിറ്റീസിൻ്റെ ടേംസിലാണ് ഇൻ്റലിജൻസിനെ അദ്ദേഹം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഓരോ മനുഷ്യനും അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വലും ഈ 7 ഫാക്ടേഴ്സ് പല ലെവൽസിൽ അവർക്കുണ്ടാവും. അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന 7 പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് ഓരോ ആൾക്കാരിൽ പല ഡിഗ്രിയിൽ പല ലെവൽസിലായിരിക്കും ഉണ്ടാവുക. ആൻഡ് ദീസ് ലെവൽസ് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ ആൻഡ് ഈച്ച് ഓഫ് ദീസ് എബിലിറ്റീസ് ക്യാൻ ബി ഇവാലുവേറ്റഡ് സെപ്പറേറ്റ്ലി. അപ്പോൾ ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന 7 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് അല്ലെങ്കിൽ 7 ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ഇത് വേരിയിങ് ഡിഗ്രീസിൽ ഓരോ ഇൻഡിവിജ്വൽസ് പ്രോസസ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ആൻഡ് ഓൾസോ ഇത് സെപ്പറേറ്റ്ലി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ ആണ്, ഇതിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകിച്ച് കണക്ഷൻസ് ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്തെ ഓരോ എബിലിറ്റീസിനെ നമുക്ക് ഇൻഡിവിജ്വലി തന്നെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ ഏതൊക്കെയാണ് ഈ 7 പ്രൈമറി ആയിട്ടുള്ള മെൻ്റൽ എബിലിറ്റീസ് എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. ഈ ക്വസ്റ്റിനകത്ത് നമ്മൾ ആക്ച്വലി കണ്ട എന്താണ് 7 പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് ഇൻ ഇൻ്റലിജൻസ് എന്നുള്ളതാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തത്. സോ ഫസ്റ്റ് പ്രൈമറി മെൻ്റൽ എബിലിറ്റി ഈസ് ദ ന്യൂമറിക്കൽ ഫാക്ടർ. ന്യൂമറിക്കൽ ഫാക്ടർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ അല്ലേ, ന്യൂമറിക്കൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് അസോസിയേറ്റഡ് വിത്ത് നമ്പേഴ്സ്. സോ ഇറ്റ് ഇൻവോൾവ്സ് ദി എബിലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ടു ഡു ക്വിക്ക് ആൻഡ് ആക്യുറേറ്റ് ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷൻസ്. ഇറ്റ് ക്യാൻ ബി മെഷേർഡ് ബൈ ചെക്കിംഗ് ദി ആക്യുറസി ആൻഡ് സ്പീഡ് ഓഫ് ദ പേഴ്സൺ ഇൻ സോൾവിംഗ് വേരിയസ് അർത്തമെറ്റിക് പ്രോബ്ലംസ്. അപ്പം ന്യൂമറിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ന്യൂമറിക്കൽ ഫാക്ടറുകൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷൻസ് ആണ്. എത്ര വേഗത്തിൽ നമുക്ക് നമ്പേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അത് കൂട്ടാൻ കഴിയുന്നുണ്ടോ, കുറയ്ക്കാൻ കഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് അർത്തമെറ്റിക് പ്രോബ്ലംസ് ഒക്കെ എത്ര ഫാസ്റ്റായിട്ട് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, എത്ര ആക്യുറേറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, ഇതൊക്കെയാണ് ന്യൂമറിക്കൽ ഫാക്ടറുകൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങൾ. രണ്ടാമത്തെ ഫാക്ടർ എന്താണ്? വെർബൽ ഫാക്ടറാണ്. ഈ വെർബൽ ഫാക്ടർ എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് വേർഡ്സ് അല്ലെങ്കിൽ ലാംഗ്വേജ് ഒക്കെ ആയിട്ട് കണക്ഷൻ ഉള്ളൊരു ടേം ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അത് തന്നെയാണ് ഇവിടെയും ഫോക്കസ് ചെയ്യുന്നത്. സോ ഇറ്റ് റെഫേഴ്സ് ടു ദ എബിലിറ്റി ഓഫ് ദ പേഴ്സൺ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് യൂസ് വേരിയസ് വേർഡ്സ്, സെൻറ്റൻസസ്, ലാംഗ്വേജ് or other verbal content pieces. This ability can be assessed through vocabulary test, jumble word test, verbal or reading comprehension test. ഇപ്പോൾ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്താണ്? ഹൗ മച്ച് എ പേഴ്സൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ് പെർട്ടിക്കുലർ വേർഡ്, അല്ലെങ്കിൽ ഒരു വാക്ക് മനസ്സിലാവുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ യൂസ് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നുണ്ടോ, എങ്ങനെയാണ് സെൻറ്റൻസസ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അത് ഒരു സെൻറ്റൻസ് കൊടുത്താൽ അത് മനസ്സിലാക്കാനായിട്ടുള്ള കഴിവുണ്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള വെർബൽ ആയിട്ടുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ വെർബൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരാൾക്ക് എബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ എന്തുമാത്രം എബിലിറ്റി ഉണ്ട്, ഇതാണ് വെർബൽ ഫാക്ടറിൽ അനലൈസ് ചെയ്യപ്പെടുന്ന കാര്യം. അപ്പോൾ ഇത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെർബൽ ഫാക്ടർ
ഒരാളുടെ മെൻ്റൽ എബിലിറ്റീസിൽ എത്രമാത്രം പ്രോമിനൻ്റ് ആയിട്ട് അയാൾക്കുണ്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഡിഫറെൻറ്റ് ടെസ്റ്റുകൾ നടത്താം അല്ലെ. വൊക്കാബുലറി ടെസ്റ്റ് നടത്താം, അല്ലെങ്കിൽ കോംപ്രിഹെൻഷൻ ടെസ്റ്റ്, ഒരു പാസേജ് ഒക്കെ കൊടുത്തിട്ട് അതിൽ നിന്ന് അയാൾക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അയാൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടോ, അയാളുടെ അണ്ടർസ്റ്റാൻഡിങ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകും. സോ ദിസ് ഇസ് ദ സെക്കൻഡ് ഫാക്ടർ കമ്മിങ് അറ്റ് ദി 7 പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ്. മൂന്നാമത്തത് ദ സ്പേസ് ഫാക്ടർ. സ്പേസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? സ്പേഷ്യൽ വിഷ്വലൈസേഷൻ ഓഫ് ദ പേഴ്സൺ. So this ability comes into play when the person tries to understand the manipulation of various real or imaginary objects in space. അതായത് സ്പേസിൽ അല്ലെങ്കിൽ സ്പേഷ്യൽ വിഷ്വലൈസേഷൻ നമ്മൾ പറയും. ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് അത് സ്പേസിൽ അതിനെ വിഷ്വലൈസ് ചെയ്ത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് ഒരാൾക്ക് സാധിക്കുന്നുണ്ട്. ഇതിനൊരു എക്സാമ്പിളാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള ചില എക്സാമ്പിൾസ് ഒക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില ടെസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഒരു പീസ് ഇങ്ങനെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫോം നിങ്ങൾക്ക് തരും, എന്നിട്ട് അതിൻ്റെ ഒരു പെർട്ടിക്കുലർ സ്പേസ് അത് എം ടി ആയിരിക്കും. അതിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് വരും. എന്നിട്ട് നമ്മളോട് ചോദിക്കും ഈ തന്നിരിക്കുന്ന ആ എം ടി സ്പേസിൽ ഇതിലേത് ഷേപ്പാണ് ഏറ്റവും പെർഫെക്റ്റ്ലി നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്കിതിന് എല്ലാ വശങ്ങളെക്കുറിച്ചും നമുക്കൊരു ഐഡിയ വേണം. ആ ഒരു പെർട്ടിക്കുലർ ഒരു ഇമേജ്, അപ്പോൾ അല്ലെങ്കിൽ അതിനകത്ത് ഡിഫറെൻറ്റ് പീസസ് ഉണ്ട്, അതിൻ്റെ ഒരു മിറർ ഇമേജ് എങ്ങനെയായിരിക്കും, ഇത് അവിടെ കൊണ്ടുവച്ചാൽ എങ്ങനെയായിരിക്കും. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഷേപ്പിനെ നമ്മൾ അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ഒരു ബ്ലോക്കിനെ സ്പേസിൽ വിഷ്വലൈസ് ചെയ്ത് കൃത്യമായിട്ട് അതിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതൊരു ഒരു വശമാണ്, ഈ ഒരു സ്പേഷ്യൽ ഫാക്ടറിൻ്റെ ഒരു വശമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ദിസ് ഈസ് വാട്ട് വി ആർ ഫോക്കസിങ് ഇൻ ദ സ്പേസ് ഫാക്ടർ. സോ ദിസ് ഈസ് ദ എബിലിറ്റി that enables a person to understand and the manipulation of various real or imaginary objects in space. അതാണ് സ്പേസ് ഫാക്ടർ.
നെക്സ്റ്റ് വി ഹാവ് മെമ്മറിയാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. സോ ഇറ്റ് റെഫേഴ്സ് ടു ദി എബിലിറ്റി ഓഫ് ദി പേഴ്സൺ ടു ക്വിക്ലി മെമ്മറൈസ് ദ വേരിയസ് കോൺസെപ്റ്റ്സ് or phenomena and retaining them for a longer period of time. The ability to recall the learned concepts by the students during the exams is largely dependent on the primary mental ability factor. അപ്പോൾ മെമ്മറി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഓർത്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മെമ്മറിയിൽ ഒരു കാര്യം നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ പഠിക്കുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു, നമ്മുടെ മെമ്മറിയിൽ എത്ര കാലം നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ആവശ്യാനുസരണം അങ്ങനെ പഠിച്ച കാര്യങ്ങൾ നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇതൊക്കെയാണ് മെമ്മറി എന്ന് പറയുന്ന ആസ്പെക്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ടേമിൽ തന്നെ അത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമിന് നമ്മളിരിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ, ഒരു സ്റ്റുഡൻറ്റിന് അത് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ആക്ച്വലി എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുന്നത്, ആളുടെ പ്രൈമറി മെൻ്റൽ എബിലിറ്റി ഫാക്ടറിലെ മെമ്മറി എന്ന് പറയുന്ന ആസ്പെക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അടുത്തത് ദ വെർബൽ ഫ്ലുവൻസി ഓർ വേർഡ് ഫ്ലുവൻസി ഫാക്ടർ. ഇവിടെ എന്താ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്? When a person is asked to rapidly speak several isolated words or sentences, then verbal fluency comes into play. A person with high verbal fluency may excel in this task, while the person with low verbal fluency may have difficulty in this task. This factor is responsible for the communication skills of the person. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി വെർബൽ ഫാക്ടർ എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞു. അവിടെ നമ്മൾ എന്താ വേർഡ്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, വേർഡ്സിൻ്റെ മീനിങ് നമുക്കറിയാമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്തത്. പക്ഷേ വെർബൽ ഫ്ലുവൻസി എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളോട് പെട്ടെന്ന് ഒരാശയത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളോട് ഒരു കാര്യം ആരെങ്കിലും ചോദിക്കുകയാണ്, ഇന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കും എന്ന് പറയുമ്പോൾ സഡൻലി നിങ്ങൾക്ക് അതിനാവശ്യമായുള്ള വേർഡ്സ് ഒക്കെ നിങ്ങളുടെ മെമ്മറിയിലേക്ക് വരുന്നുണ്ടോ, ഫ്ലുവൻ്റ് ആയിട്ടത് സംസാരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് കാര്യമുണ്ടല്ലോ. അതായത് ഒരു കാര്യം വ്യക്തമായിട്ട് നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങൾ മറ്റൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ കപ്പാസിറ്റി, അതും എന്താണ്, ഒരു പ്രൈമറി മെൻ്റൽ എബിലിറ്റിയാണ്. അപ്പോൾ ഈ ഒരു വെർബൽ ഫ്ലുവൻസി അല്ലെങ്കിൽ വേർഡ് ഫ്ലുവൻസി ഫാക്ടർ നന്നായിട്ടുള്ള ആളുകൾക്ക് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അവർ വളരെ ഫ്ലുവൻ്റ് ആയിട്ട് അവരുടെ മനസ്സിലുള്ള ആശയങ്ങൾ കൺവേ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഇത് കുറവായിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് എന്താണ്, ഈ കമ്മ്യൂണിക്കേഷൻ അത്ര പോസിബിൾ ആയിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ നന്നായിട്ട് അവർക്കത് ഫ്ലുവൻ്റ്ലി എന്ത് ചെയ്യാൻ പറ്റില്ല, അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് പറ്റില്ല. ദെൻ വി ഹാവ് ദ ഇൻഡക്റ്റീവ് റീസണിങ് ഫാക്ടർ. ഇൻഡക്റ്റീവ് റീസണിങ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ദിസ് റീസണിങ് ഇൻവോൾവ്സ് ദി എബിലിറ്റി ടു ഡെഡ്യൂസ് എ ജനറൽ പ്രിൻസിപ്പിൾ ഫ്രം എ സ്പെസിഫിക് കോൺസെപ്റ്റ്. ദിസ് എബിലിറ്റി ഈസ് മെഷേർഡ് ത്രൂ various tests like number series, word series and classification of words or numbers. ഈ ഇൻഡക്റ്റീവ് റീസണിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് വളരെ ജനറൽ ആയിട്ടുള്ള ചില ആശയങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്, കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയാണ് അല്ലേ. വി ആർ ഡെഡ്യൂസിങ് എ ജനറൽ പ്രിൻസിപ്പിൾ ഫ്രം എ സ്പെസിഫിക് കോൺസെപ്റ്റ്. ഇത് നമുക്ക് കഴിയുന്നുണ്ടോ? ഇതും ഒരു പ്രൈമറി മെൻ്റൽ എബിലിറ്റി ആയിട്ടാണ് തേഴ്സൺ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് കണ്ടെത്താനായിട്ട് അല്ലെങ്കിൽ ഈ ഇൻഡക്റ്റീവ് റീസണിംഗ് ഫാക്ടറിൻ്റെ അത് ചെക്ക് ചെയ്യാനായിട്ട് എന്താ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റുകൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമ്പർ സീരീസ്, വേർഡ് സീരീസ്, ലെറ്റർ സീരീസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യില്ലേ. ഇത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് റീസണിങ്ങിനുള്ള ഒരു അല്ലെങ്കിൽ അത് അളക്കാനായുള്ള ഒരു ടെസ്റ്റായിട്ട് മാറുന്നത്? ബിക്കോസ് ഇങ്ങനെയുള്ള സീരീസുകളിൽ ശരിക്കും നമുക്കൊരു സാമ്പിൾ തന്നിരിക്കുകയാണ്, ഒരു എക്സാമ്പിൾ തന്നിരിക്കാം. ആ സാമ്പിൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ, അതിനകത്ത് ഒരു പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ഒരു ജനറൽ ആയിട്ടൊരു പാറ്റേൺ. അതിനകത്ത് ഡിഫറെൻറ്റ് നമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ ഓരോ നമ്പറും നമ്മൾ അല്ലെങ്കിൽ ആ നമ്പേഴ്സ് തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ എന്തായത് തമ്മിലുള്ള ഒരു ബന്ധം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ് സ്പെസിഫിക് കേസിന്. അങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ വി ക്യാൻ ഐഡൻറ്റിഫൈ ജനറൽ പാറ്റേൺ, റൈറ്റ്? ആ ജനറൽ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് ഉത്തരത്തിലേക്ക് വരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഇൻഡക്റ്റീവ് റീസണിംഗ് ഫാക്ടർ ചെക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ കുറച്ച് വാക്കുകൾ തരിക, അല്ലെങ്കിൽ സെൻറ്റൻസ് തരിക, ഇമേജസ് തരിക, അതൊക്കെ സീക്വൻഷ്യൽ ഓർഡറിൽ ഒന്ന് അറേഞ്ച് ചെയ്യുക, ഒരു പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതൊക്കെ ഇൻഡക്റ്റീവ് റീസണിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ദെൻ വി ഹാവ് ദ പെർസെപ്ച്വൽ സ്പീഡ് ഫാക്ടർ. എന്താണ് ഈ പെർസെപ്ച്വൽ സ്പീഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഇൻവോൾവ്സ് ദ എബിലിറ്റി ഓഫ് എ പേഴ്സൺ ടു റാപ്പിഡ്ലി റെക്കഗ്നൈസ് ആൻഡ് കമ്പയർ ദ സ്പെസിഫിക് ഇമേജസ്, നമ്പേഴ്സ് ഓർ ലെറ്റേഴ്സ് ആൻഡ് ടു ആക്യുറേറ്റ്ലി പ്രൂഫ് റീഡ് വേരിയസ് ടൈപ്സ് ഓഫ് content. Tests like picture recognition, rapidly crossing specific letters from the series of numbers and finding particular words in the paragraphs are used to measure the perceptual speed factor of the person. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്? നമ്മളിവിടെ ഒരാളുടെ എബിലിറ്റി ടു റാപ്പിഡ്ലി റെക്കഗ്നൈസ് ആൻഡ് കമ്പയർ ദ സ്പെസിഫിക് ഇമേജസ്,
numbers or letters and to accurately proofread various types of content. ഇപ്പോൾ നമ്മൾ ഒരാളോട് പറയാണ് ഓക്കെ ഒരു വലിയ പാരഗ്രാഫ് നമ്മൾ കൊടുക്കുക, അത് നമ്മൾ പറയുകയാണ് ഇതിനകത്ത് ഇന്ന വർക്ക് എത്ര തവണ ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ, അല്ലെങ്കിൽ ഇന്ന വാക്ക് എവിടെയൊക്കെ ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ എന്ന് പറയാനായിട്ട് നമ്മൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടാസ്ക് നമ്മളവർക്ക് കൊടുക്കുക. അപ്പോൾ ഈ പെർസെപ്ച്വൽ സ്പീഡ് ഫാക്ടർ അല്ലെങ്കിൽ ഈ എബിലിറ്റി ഉള്ള ആളുകൾക്ക് ഇത് വളരെ ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റും. അവർക്ക് വളരെ വേഗം അത് ഫുള്ളി നോക്കി നമ്മൾ പറഞ്ഞിരിക്കുന്ന നമ്പറോ ലെറ്ററോ അല്ലെങ്കിൽ എന്താ വെച്ചാൽ ആ വേർഡോ അത് വളരെ ഈസിലി റാപ്പിഡ്ലി അതിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെയുള്ള എബിലിറ്റീനെയാണ് നമ്മൾ പെർസെപ്ച്വൽ സ്പീഡ് ഫാക്ടർ എന്ന് പറഞ്ഞത്. അപ്പോൾ 7 പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് നമ്മൾ ഓൾറെഡി എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ദെൻ ലേറ്റർ ഓൺ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഓൺ ഫർദർ റിസർച്ച് ഓഫ് ഹിസ് മൾട്ടി ഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ്, ഗ്രൂപ്പ് ഫാക്ടർ തിയറിയിൽ അദ്ദേഹം വീണ്ടും ചില പഠനങ്ങൾ നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് 2 വേറെ പുതിയ ഫാക്ടേഴ്സ് അദ്ദേഹത്തിൻ്റെ 7 പ്രൈമറി മെൻ്റൽ എബിലിറ്റീസിൻ്റെ കൂടെ അദ്ദേഹം അക്കോമഡേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു എക്സ്റ്റൻഷൻ ആണ്, ഒരു എക്സ്ട്രാ അണ്ടർസ്റ്റാൻഡിങ്, ഒരു നോളജ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം, ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ എന്ന് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. സോ പ്രൈമർലി തേഴ്സ്റ്റൻ്റെ ഈ ഒരു കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു തിയറി ഓഫ് ഇൻ്റലിജൻസിൽ 7 പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് ആണുള്ളത്. പക്ഷെ അതിനോട് കൂട്ടിച്ചേർത്ത് അദ്ദേഹം എന്താണ് 2 ഫാക്ടേഴ്സ് കൂടി പിന്നീട് എക്സ്ട്രാ ആയിട്ട് ആഡ് ഓൺ ചെയ്തിട്ടുള്ളതെന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഒന്നെന്താ ദ ഡിഡക്റ്റീവ് റീസണിങ് ഫാക്ടർ, 2 പ്രോബ്ലം സോൾവിങ് എബിലിറ്റി ഫാക്ടർ ആണ്. അപ്പോൾ ഡിഡക്റ്റീവ് റീസണിങ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് റീസണിങ് ഓൾറെഡി നമ്മൾ കണ്ടായിരുന്നു. ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് സിനാരിയോയിൽ നിന്ന് വളരെ ജനറൽ ആയിട്ടുള്ള ചില ആശയങ്ങൾ നമ്മൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നു. That is what we are doing in inductive reasoning factor. അപ്പോൾ ഡിഡക്റ്റീവ് റീസണിങ് ഫാക്ടർ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ജനറൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഇൻവോൾവ്സ് എബിലിറ്റി ടു ആക്യുറേറ്റ്ലി അണ്ടർസ്റ്റാൻഡ് എ സ്പെസിഫിക് ഫിനോമിനൻ or concept from the generalized principle. Various aptitude tests are available to test the deductive reasoning of the person. That includes a various set of statements and the person has to choose the best possible logical solution according to the given statements. അപ്പോൾ ലോജിക്കലി കാര്യങ്ങൾ അനലൈസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ചില ജനറൽ പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില ഫിനോമിനൻ അല്ലെങ്കിൽ ചില സ്പെസിഫിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാം. അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം ഇൻഡക്റ്റീവ് റീസണിങ്ങിൽ it starts from specific scenarios and it ends in general ideas. ഡിഡക്റ്റീവിലേക്ക് വരുമ്പോൾ it starts from general principles to specific scenarios. അങ്ങനെ നമുക്ക് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. പ്രോബ്ലം സോൾവിങ് എബിലിറ്റി ഫാക്ടർ ഓഫ് കോഴ്സ് ആ പേരിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഫാക്ടർ നെയിമിൽ തന്നെ ഇറ്റ് ഇസ് സെൽഫ് എക്സ്പ്ലനേറ്ററി. സോ പ്രോബ്ലം സോൾവിങ് എബിലിറ്റിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താ, ഒരു പെർട്ടിക്കുലർ ഒരു ഹൈപ്പത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഇങ്ങനെ ഒരു പ്രോബ്ലം നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നു, അയാൾ എന്ത് ചെയ്യാണ് അയാളുടെ എബിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനെ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനായിട്ടുള്ള ചില സൊല്യൂഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതാണ് പ്രോബ്ലം സോൾവിങ് എബിലിറ്റിയിൽ നമ്മൾ കാണുന്നത്. സോ ഇറ്റ് റെഫേഴ്സ് ടു ദി ability of a person to solve various general or aptitude problems. This factor can be assessed by analyzing the individual's response to various hypothetical problems and their ability to reach the conclusion. സോ ഇത് രണ്ടും എക്സ്ട്രാ ആഡ് ഓൺ ആണ്. അപ്പോൾ 7 പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് ഏതൊക്കെയാണ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ആഡ് ഓൺ ചെയ്ത് 2 എക്സ്ട്രാ ഫാക്ടേഴ്സ് കൂടെ നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിച്ചു. നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ വാസ് വെരി ഈസി, വെരി ഡയറക്റ്റ്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ദി 7 പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് ഇൻ ഇൻ്റലിജൻസ് ഇസ് എ കോൺട്രിബ്യൂഷൻ ഓഫ്, ഇറ്റ്സ് നൺ അതർ ദാൻ ഓപ്ഷൻ ഡി തേഴ്സ്റ്റൺ, ലൂയിസ് തേഴ്സ്റ്റൺ ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ അത് നമ്മൾ കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്തു. ബിക്കോസ് ഇൻ്റലിജൻസ് തിയറീസിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് യൂഷ്വലി വരാറുണ്ട്. അപ്പോൾ നാളെ വേണമെങ്കിൽ ഈ 7 പ്രൈമറി മെൻ്റൽ എബിലിറ്റീസിനെ ബേസ് ചെയ്തും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇൻ ദാറ്റ് റെസ്പെക്ട് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ ഡി. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഇൻ്റലിജൻസ് റിലേറ്റഡ് കോൺസെപ്റ്റ് ആണ് പഠിച്ചത്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ രീതിയിൽ വളരെ സ്പെസിഫിക് ആയിട്ട് ഏരിയാസ് ഐഡൻറ്റിഫൈ, യു ഹാവ് എ സിലബസ് വിത്ത് യു, അത് നന്നായി റെഫർ ചെയ്യുക. അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുക. അപ്പോൾ നമുക്ക് നന്നായിട്ടൊരു ഐഡിയ കിട്ടും എന്തൊക്കെ എവിടെ എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ പറ്റി. ആ രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കൂടുതൽ ഇഫക്റ്റീവ് ആക്കുക. സോ അതിന് നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വി ആർ വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. ആൻഡ് നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു കോഴ്സ് ആസ് സച്ച്, ഇപ്പോൾ സെറ്റ് നിങ്ങളുടെ പ്രിപ്പറേഷൻ കൂടുതൽ ഇഫക്റ്റീവ് ആക്കാൻ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഗൈഡൻസ് കിട്ടിയാൽ നിങ്ങൾക്ക് അത് കൂടുതൽ ഇഫക്റ്റീവ് ആകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആപ്പിൾബി അക്കാഡമിയുടെ സെറ്റ് കോച്ചിങ് നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. സോ നമ്മുടെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ലഭിക്കുന്നതായിരിക്കും. ഇനി അതല്ല നിങ്ങൾ സെൽഫ് പ്രിപ്പറേഷൻ ആണ് കൂടുതലായിട്ട് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്, എന്നാൽ നിങ്ങൾക്ക് ഒരു അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഫ്രീ റിസോഴ്സസ് ഒക്കെ കിട്ടിയാൽ നിങ്ങളുടെ പഠനം കൂടുതൽ ഇഫക്റ്റീവ് ആകാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുമുള്ള ഓപ്ഷൻസ് ആപ്പിൾബി അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ വി ഹാവ് ഫ്രീ വാട്സാപ്പ് ഗ്രൂപ്പ്സ്. സോ അതിൻ്റെ ലിങ്ക്സ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്.
സോ ആ ലിങ്ക്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള റിസോഴ്സുകൾ നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യും. സോ നിങ്ങളുടെ സെൽഫ് പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഫ്രീ റിസോഴ്സസ് കിട്ടുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ആപ്പിൾബി അക്കാഡമിയുടെ സർവീസസ് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഈ രണ്ട് രീതിയിലും നിങ്ങൾക്ക് ആപ്പിൾബി അക്കാഡമിയുടെ ഹെൽപ്പ് അല്ലെങ്കിൽ ആപ്പിൾബി അക്കാഡമിയുടെ റിസോഴ്സസ് ആക്സസ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ, നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ യൂസ്ഫുൾ ആകുന്നു എന്ന് തോന്നുന്നത് അത് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് സെഷൻ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ലേണിംഗ്.